വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാൾ മുമ്പ് ഒരു സക്സസ് സ്റ്റോറി ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 9 വർഷങ്ങൾക്ക് ശേഷം പ്രഗ്നൻ്റ് ആയ ഒരു കുട്ടിയുടെ സക്സസ് സ്റ്റോറി. ആൻഡ് ആ ഒരു സക്സസ് സ്റ്റോറി ഫോളോ ചെയ്തിട്ട് ഇന്ന് ഒരുപാട് ആളുകൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അവരെന്തൊക്കെ ടിപ്സാണ് ഫോളോ ചെയ്തതെന്ന് ഒന്നുകൂടി കേൾക്കാം കേട്ടോ. ഇവിടെ ഈ സക്സസ് സ്റ്റോറീസ് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ടാണ്. ഒരുപാട് ആളുകൾ ചിലപ്പോൾ സെയിം നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളവർ ഈ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാകും. നമ്മൾ ഡോക്ടർ തരുന്ന ട്രീറ്റ്മെൻറ്റ്സിനോടൊപ്പം ഇത്തരത്തിലും നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ വ്യായാമത്തിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഒപ്പം ഡോക്ടറുടെ മെഡിസിൻസോട് കൂടി തന്നെ നമുക്ക് എളുപ്പത്തിൽ കൺസീവ് ആകാൻ വേണ്ടിയിട്ട് അതൊക്കെ സഹായിക്കും കേട്ടോ. ഇതുപോലുള്ള ഒരുപാട് സക്സസ് സ്റ്റോറീസ് നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക. അതിൽ ഒരുപാട് പേര് സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങളുടെ സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളവർ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് തോന്നുന്ന ഒരു ടിപ്പ് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നതിൽ ഇവർ ഫോളോ ചെയ്തതിൽ ഏറ്റവും ആദ്യത്തെ ടിപ്പ് നമ്മുടെ ചാനലിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഗ്രാമ്പൂ വെള്ളം തന്നെയാണ് കേട്ടോ. ഗ്രാമ്പൂ ഉപയോഗിച്ചിട്ട് ഒരുപാട് ആളുകൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. സുഗന്ധ വിജ്ഞാനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ ഗ്രാമ്പൂ എന്ന് പറയുന്നത്. എല്ലാവരുടെയും കിച്ചണിൽ ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് ഗ്രാമ്പൂ. 3-4 ഗ്രാമ്പൂ എടുത്ത് തലേ ദിവസം കുതിർത്താൻ വെച്ചിട്ട് അതിൻ്റെ വെള്ളം പിറ്റേ ദിവസം തിളപ്പിച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ ഓവുലേഷൻ വരെ നമ്മൾ കുടിക്കുന്നത് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഓവുലേഷൻ നടക്കാത്ത ആളുകൾക്ക് അത് കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഗ്രാമ്പൂ വെള്ളം എന്ന് പറയുന്നത്. പീരീഡ്സ് കൃത്യമായിട്ട് വരാത്ത ആളുകൾ എന്ന് വരുമെന്ന് കൃത്യം ട്രാക്ക് ചെയ്യാൻ പറ്റാത്തവരാണ് ഈ പീരീഡ്സ് കൃത്യമായിട്ട് വരാത്തവർ കേട്ടോ. 21 ദിവസത്തിനേക്കാളും 21 ദിവസത്തിനേക്കാളും കുറവും 35 ദിവസത്തിനേക്കാളും കൂടുതലുമായിട്ട് മെൻസ്ട്രേഷൻ പോകുന്നതെല്ലാം എല്ലാവർക്കും ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഗ്രാമ്പൂ ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം വെയിറ്റ് ലോസ് നോക്കുന്ന ആളുകൾക്ക് PCODയും തൈറോയിഡും ഒക്കെ ഉണ്ടായിട്ട് വണ്ണം കൂടുതലുള്ള ആളുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്രാമ്പൂ ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഗ്രാമ്പൂ ഉപയോഗിക്കാം. സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മളിൽ നിന്നുണ്ടാകുന്ന പച്ചമുട്ടയുടെ വെള്ള പോലുള്ള ഒരു ഡിസ്ചാർജ് ആണ് കേട്ടോ. ഈ ഡിസ്ചാർജ് ഉണ്ടാകുമ്പോഴാണ് ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന സ്പേം സെൽസിന് കുറച്ചധികം ദിവസം ശരീരത്തിനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി കൊടുക്കുന്നത്. ഒപ്പം ശരീരത്തിനകത്തുണ്ടാകുന്ന ബാക്കിയുള്ള പ്രതിബന്ധങ്ങളൊക്കെ തരണം ചെയ്ത് മുൻപോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടൊരു ചാർജ് കൊടുക്കുന്നതും ഈ ഒരു സെർവിക്കൽ മ്യൂക്കസ് ആണ്. അത് നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ഡിസ്ചാർജ് നിങ്ങൾക്കില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഗ്രാമ്പൂ ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം നിങ്ങളുടെ സെക്സ് ഡ്രൈവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഓവറീസിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിനും വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. LH ഹോർമോണിന്റെ ലെവൽ ഇൻക്രീസ് ആക്കിയിട്ട് ഓവുലേഷൻ കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടും എഗ്ഗിന്റെ ഗ്രോത്തും ക്വാളിറ്റിയും പ്രോപ്പറായിട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഗ്രാമ്പൂ വെള്ളം ഓവുലേഷൻ നടക്കുന്ന സമയം വരെ നമ്മൾ മാത്രം ഉപയോഗിച്ചാൽ മതി. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും നിങ്ങൾ ഗ്രാമ്പൂ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസം 1 ഗ്ലാസ് വെള്ളം അത്രയുമുള്ള ഒരു കണക്കിനാണ് നിങ്ങൾ ഗ്രാമ്പൂ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒപ്പം ഹസ്ബൻഡിനും കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ സ്പേമിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവര് ഫോളോ ചെയ്തതിൽ ഏറ്റവും ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാമ്പൂ വെള്ളമാണ്. രണ്ടാമത്തെ ഇവർ ഉപയോഗിച്ചത് നട്ട്സ് ആണ്, അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് ബദാം, ഉണക്കമുന്തിരി, വാൾനട്ട്, ഇത് 3ഉമാണ് പ്രധാനപ്പെട്ട എടുത്ത് പറഞ്ഞത് കേട്ടോ. ഒരുപാട് ആന്റി ഓക്സിഡൻസിന്റെയും മിനറൽസിന്റെയും ഒക്കെ ഒരു കലവറയാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയൊരു പവർ ഹൗസ് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഉണക്കമുന്തിരി നമ്മൾ കഴിക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിന്, അത് ഓവറീസിലോട്ടാണെങ്കിലും നമ്മുടെ ട്യൂബിലോട്ടാണെങ്കിലും നമ്മുടെ എല്ലാ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ടാണെങ്കിലും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ബദാം കഴിക്കുന്നതും ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ക്വാളിറ്റിയോട് കൂടി അണ്ടം വളരുന്നതിനും അതിനെ സെൽ ഡാമേജ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് വളർന്ന് പൊട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗുണങ്ങളും ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നു. ബദാം കഴിക്കുമ്പോഴേക്കും നിങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകം, അത് കുതിർത്തി അതിന്റെ തൊലി കളഞ്ഞിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചില ആളുകൾക്ക് അത് തൊണ്ടോടുകൂടി കഴിക്കുമ്പോഴേക്കും അസ്വസ്ഥതകൾ ഉണ്ടാകും. അതുപോലെ തന്നെ അതിൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് ആന്റി ഓക്സിഡൻസും മിനറൽസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഗുണങ്ങളെല്ലാം ശരീരത്തിലോട്ട് കിട്ടണമെങ്കിൽ തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. ഇതൊന്ന് കുതിർത്താൻ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂറുകളോളം കുതിർത്താൻ വെച്ചിട്ട് തൊലി
കളഞ്ഞിട്ട് ഇത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വാൾനട്ടും കഴിക്കാവുന്നതാണ്. വാൾനട്ടിനെയൊക്കെ പറ്റിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഇത് കഴിക്കുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും, അണ്ടം ക്വാളിറ്റിയോട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും, എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഇനി ഇംപ്ലാന്റേഷൻ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ തന്നെയും അപ്പോഴും കുഞ്ഞിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഗർഭസ്ഥ ശിശു നമ്മുടെ ആ ഒരു ഗർഭപാത്രത്തിൽ നല്ലതുപോലെ സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. ഈവനിങ് സമയത്ത് സ്നാക്സ് ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഉണക്കമുന്തിരി ആണെങ്കിൽ ഉണക്കമുന്തിരി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ നമ്മൾ ഗ്രാമ്പു വെള്ളം കുടിക്കുന്നത് പോലെ കുതിർത്തിയതിനു ശേഷം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ബദാമും കാഷ്യൂനട്ട്, വാൾനട്ട്, അതുപോലെ ഡ്രൈ ഫിഗ് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് സഹായിക്കും. എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, 3-4 ബദാം, 1-2 വാൾനട്ട്, 1-2 ഡ്രൈ ഫിഗ് അങ്ങനെ വേണം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അടുത്തതായിട്ട് ഫ്രൂട്ട്സ് കഴിച്ചതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും ഞാൻ ചാനലിൽ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നമുക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന 4 ഫ്രൂട്ട്സിനെ പറ്റിയിട്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ടിപ്പ് കൃത്യമായിട്ട് ഫോളോ ചെയ്തത് കേട്ടോ. ഇതിൽ ഫോളോ ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തേത് നമ്മുടെ പേരക്കയാണ്. ഈസിലി അവൈലബിൾ ആയിട്ടുള്ള വില കുറവുള്ള ഒരു ഐറ്റമാണ് ഈ പേരക്ക എന്ന് പറയുന്നത്. പേരക്കയിൽ വിറ്റമിൻ സി ഉണ്ട്, അയേൺ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, വിറ്റമിൻ എ ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്. ഇതെല്ലാം ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് കേട്ടോ. പേരക്ക മാത്രമല്ല, പേരയിലയുടെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും കേട്ടോ. ഗുവാവ ലീവ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ നമ്മുടെ യൂട്യൂബിൽ ഗുവാവ ലീവ്സ് ഡീച്ചോസ് വേൾഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അതിൽ പറയുന്ന രീതിക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാം കേട്ടോ. രണ്ടാമതായിട്ട് ഫോളോ ചെയ്തത് റെഡ് ബനാനയാണ്, നമ്മുടെ ചെങ്കദളിപ്പഴം എന്ന് പറയുന്നത്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഈ റെഡ് ബനാന എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് എല്ലാം നല്ലതുപോലെ പ്രവർത്തിക്കുന്നതിനും അതിന്റെ പ്രവർത്തനം റെഗുലേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് റെഡ് ബനാന ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ലിബിഡോ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ലിബിഡോ എന്ന് പറയുന്നത് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം, അത് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം ഇതിൽ വിറ്റമിൻ സി ഉണ്ട്, ഫോളേറ്റ് ഉണ്ട്, വിറ്റമിൻ ഇ ഉണ്ട് കേട്ടോ. ഇതെല്ലാം സ്ത്രീകൾക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള അവരുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. ഒപ്പം പുരുഷന്റെ ആണെങ്കിലും സ്പേമിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് നമ്മുടെ നെല്ലിക്കയാണ്. നെല്ലിക്കയും ഭയങ്കര നമുക്ക് ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് വിറ്റമിൻസ് എല്ലാം ഉള്ള ഒരു ഫ്രൂട്ടായിട്ട് നമുക്ക് നെല്ലിക്കേനെ പറയാനായിട്ട് സാധിക്കും. ഇത് ഫീമെയിൽസിന്റെ എഗ്ഗിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ഹോർമോൺസിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിനും നമ്മുടെ പീരിയഡ് സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നതിനും ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ഒപ്പം വെയിറ്റ് ലോസ് ആണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ വെയിറ്റ് ലോസിനും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ നെല്ലിക്ക എന്ന് പറയുന്നത് കേട്ടോ. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ട് ഗുണം. പുരുഷന്മാരുടെ സ്പേമിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും മോട്ടിലിറ്റി മോർഫോളജിയും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ നെല്ലിക്ക ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് പറഞ്ഞത് പോമഗ്രാനൈറ്റ് ആണ്, നമ്മുടെ മാതള നാരങ്ങ എന്ന് പറയുന്നത്. മാതള നാരങ്ങയും ബീട്രൂട്ടും ഒരുപാട് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഫ്രൂട്ടും ഒരു വെജിറ്റബിളും ആണ് കേട്ടോ. മാതള നാരങ്ങയിൽ ഒരുപാട് കണ്ടൻസ് ഉണ്ട്. ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. വിറ്റമിൻ സി ഉണ്ട്, വിറ്റമിൻ കെ ഉണ്ട്, ഫോളേറ്റ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ആ ഒരു എംബ്രിയോയിലോട്ടൊക്കെയുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്തിട്ട് പ്രഗ്നൻസി സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. വെജിറ്റബിൾ എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒന്നാണ് ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത്. ബീട്രൂട്ട്, അതുപോലെ തന്നെ ബീൻസ്, ബ്രൊക്കോളി, ക്യാരറ്റ് ഇതെല്ലാം നമ്മുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഇതെല്ലാം ഫോളോ ചെയ്തിരുന്നു എന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത് ഫോളോ ചെയ്തത് ഫെർട്ടിലിറ്റി എക്സസൈസ് ആണ്. ഫെർട്ടിലിറ്റി എക്സസൈസിനെ പറ്റിയിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓവുലേഷൻ കഴിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഫെർട്ടിലിറ്റി എക്സസൈസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക. ഒപ്പം ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന ഫെർട്ടിലിറ്റി എക്സസൈസ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന എക്സസൈസ് പോലെയല്ല. ഈ എക്സസൈസ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ അമ്മയാകാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നത് വഴി നമ്മുടെ പ്രത്യുൽപാദന അവയവങ്ങളായിട്ടുള്ള ഓവറീസ്, നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ്, സെർവിക്സ്, അതുപോലെ നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക, യൂട്രസിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഫെർട്ടിലിറ്റി എക്സസൈസും പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതായിട്ട്
കുട്ടി പറഞ്ഞത് ചേച്ചി പറഞ്ഞത് സ്ട്രെസ് ഇല്ലാതെ ഇരിക്കുക എന്നുള്ള കാര്യമാണ്. സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇംപ്ലാന്റേഷനെ സാരമായിട്ട് തന്നെ ബാധിക്കും. നിങ്ങൾ മസ്റ്റായിട്ട് ആ കാര്യം മനസ്സിലാക്കുക. ഒരുപാട് പേര് ചാനലിൽ പറയുന്നുണ്ട് ചേച്ചി എന്തൊക്കെ ചെയ്തിട്ടും അതിൽ നിന്ന് വിട്ട് മാറാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കാര്യം ആലോചിച്ച് ടെൻഷൻ ആവുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണ്. കഴിവതും ആ സമയത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും രീതിക്ക് എൻഗേജ്ഡ് ആകാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക. ഇനി ഉറങ്ങാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ കിടന്ന് ഉറങ്ങുക, പാട്ടുകൾ കേൾക്കുക, അതുപോലെ ചിത്രം വരയ്ക്കുക, ബുക്ക് വായിക്കുക, ഇതെല്ലാം നിങ്ങൾക്ക് ഏതിലാണോ ഇഷ്ടം അത് നിങ്ങൾ ചെയ്യുക. ഒരുപാട് സീരിയൽസ് ഒന്നും ഇരുന്ന് കാണാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ അഡ്രിനാലിന്റെ ലെവൽ കൂട്ടുന്ന തരത്തിലുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാലോ ഓവറായിട്ട് സെൻറ്റി ആയിട്ടുള്ള സീരിയൽസ് നിങ്ങൾ കണ്ടാലോ അത് നിങ്ങളുടെ ഹോർമോൺസിന്റെ ഒരു ആക്ടിവിറ്റിനെ അത് അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളതല്ലാതെ നമുക്ക് ഫീൽ ഗുഡ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാവില്ല, അതുപോലെ കോമഡി സിനിമകൾ, അതുപോലെ ട്രോൾസിന്റെ വീഡിയോസ്, ഇതെല്ലാം ഏതിലൊക്കെയാണ് നിങ്ങൾ എന്താ പറയുക നല്ല എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക കേട്ടോ. അതല്ലാതെ കഴിവതും നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒപ്പം ഈ ചേച്ചി പറഞ്ഞത് പ്രോപ്പറായിട്ട് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തു എന്നുള്ള കാര്യമാണ്. ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാൻ പറ്റാത്ത ആളുകൾ പ്രത്യേകം പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ദിവസം നോക്കാതെ കഴിഞ്ഞ മാസത്തെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് വെച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു ഡേ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ആ പീരിയഡ് ഡേയിനേക്കാൾ ഒരു 10 ദിവസം മുൻപ് വരെ അല്ലെങ്കിൽ ഒരു 14 ദിവസം മുൻപ് വരെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ബ്ലീഡിങ് നിന്നതിന് ശേഷം. എല്ലാ ദിവസവും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ടാകും. അങ്ങനെയുള്ളവർ ഓൾട്ടർനേറ്റീവ്ലി എങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒപ്പം ഓവുലേഷൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു ലക്ഷണം നിങ്ങളുടെ ശരീരത്തിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഓവുലേഷൻ സിംറ്റംസ് ദീജോസ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഓവുലേഷൻ സിംറ്റംസ് ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒപ്പം ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ദീജോസ് വേൾഡ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഉപയോഗിച്ചിട്ട് ലക്ഷണങ്ങൾ വെച്ചിട്ടും നിങ്ങൾ ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. എന്തൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓവുലേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഉടനെ ഡോക്ടറെ സമീപിക്കുക. ഫോളിക്കുലർ സ്റ്റഡി ചെയ്ത് നോക്കുമ്പോൾ അണ്ടം വളരുന്നുണ്ടോ പൊട്ടുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തപ്പോൾ ഈ ചേച്ചിക്ക് പ്രഗ്നൻസി കിട്ടി. ഈ 12 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ എടുത്ത് പിക്ക് ചെയ്തിട്ട് അത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.